ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, എന്ത് വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ 31st ഡിസംബറും January 1 മിക്സ് ആയിട്ടാണ് വ്ളോഗാണ്. മിനി ഡേ ഇൻ മൈ ലൈഫ് ചെല്ലാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായത് പ്ലെയിൻ ദോശയും ബാജിക്കറിയും. അന്ന് സന വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ബ്രെഡും ഇത് മുക്കി തിന്നുന്ന സനാണ്. എന്നിട്ട് അന്ന് എന്താക്കി പറഞ്ഞെങ്കിൽ നമ്മൾ വൈകുന്നേരം ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ ബേക്കൽ ഫെസ്റ്റ് കാസർഗോഡ് ഉണ്ടാക്കലാണ്. ബേക്കൽ ഫെസ്റ്റ് നടക്കുന്നുണ്ടായി ബീച്ചിൽ. അപ്പോൾ അന്ന് അവിടെ ഫെയർ വർക്ക് ഷോ എല്ലാം ഉണ്ടായതുകൊണ്ട് നമ്മൾ അന്ന് അവിടെ പോകാമെന്ന് വെച്ചിട്ട് സേരിഷിൻ്റെ വാശി പ്രകാരവും ഞങ്ങൾ എല്ലാവരും പോകാൻ വെച്ചാൽ ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയിട്ടായിട്ട് നമ്മൾ എത്ര പോയെന്നൊരു 6 o'clock എല്ലാം ബുക്ക് ചെയ്യാം. ഞങ്ങൾ ഓട്ടോയിൽ കൂടി പോയതാണ്. എന്നിട്ട് എല്ലാവരും ഓട്ടോയിൽ ഇത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി കാല് ഇങ്ങനെ വെച്ചിട്ട് ഉമ്മ നമ്മളെ ഡോണാണ്, എൻ്റെ ഉമ്മയാണ് നമ്മുടെ ഡോൺ. സോ ഡോണായോ എൻ്റെ ഉമ്മ റഷ്യനെ മീതെ കാല് വെച്ചിട്ടുണ്ട്. എനിക്ക് നമ്മൾ നേരെ ബേക്കിലോ ബീച്ചിലേക്ക് എത്താൻ നമുക്ക് ഫുള്ള് ലൈറ്റെല്ലാം ഇങ്ങനെ ഹാങ് ആക്കിയിട്ടിട്ടുണ്ട്. ആടെ പോലീസും നിന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. എത്ര പാർക്കിംഗ് സ്പേസ് ഉണ്ടായിട്ട് കോണുണ്ടായിട്ട് ഗൈസ്. അറ്റ് ലാസ്റ്റ് ഫുള്ളായിട്ട് മീത്തലോളം വണ്ടി ഉണ്ടായിന്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു പാർക്കിംഗ് സ്പേസ് എല്ലാം. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ മെല്ലെ പോകുമ്പോൾക്ക് ഇങ്ങനെ ബലൂൺ വെക്കുന്ന ഓറലുണ്ടാവില്ല ഇങ്ങനെ സൈഡിൽ നിന്നിട്ടെല്ലാം. അപ്പം ഞാൻ അതിനെ പോലെ തന്നെ ഒരു കുട്ടീനെ കണ്ടു ഗൈസ്. ഇത്ര വലുതായിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ആശയാണ്. അപ്പോൾ ആ കുഞ്ഞോട് വെറുതെ എന്തെങ്കിലും ആക്കുന്നത് ഒരു കുട്ടിയോ ഇങ്ങനെ കാണുമ്പോൾ ആളെ നിന്ന് ക്യാരി ചെയ്യുന്നത് അത് ബാണു നോക്കോ. അന്നപോലത്തെ ഒരു കുഞ്ഞ് കരയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പോയിട്ടായിട്ട് അവിടെ കുറേ ബസ് അങ്ങനത്തെ ഓരെല്ലാം വന്നിട്ടുണ്ടായിന്. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഫൈനലി നമ്മൾ എത്തി. സനഹുണ്ട് ഗൈസ് നമ്മുടെ കൂടെ എന്നോ. എന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ അവിടെ കുറേ പോലീസിൻ്റെ ജീപ്പ് അതിൽ വെച്ചിട്ടുണ്ടായി. എന്നിട്ട് നമ്മൾ എൻട്രൻസിലേക്ക് കൂടി ഉള്ളിലേക്ക് കയറി. എനിക്ക് ഫെസ്റ്റ് ഉണ്ടായത് 21 to 31 തോന്നുന്നു. നമ്മൾ പോയത് ലാസ്റ്റ് ഡേ ആണ്. നോക്ക് പ്ലീസൊക്കെ വാട്ട് ഈസ് ദിസ്. സൻഹ ഹായ് ഗൈസ്. സൻഹനെ നിങ്ങൾ കണ്ടിരുന്നോ? നീലക്കുയിലിൽ ഫുള്ള് ഫാനാണ്. സൻഹ നോക്കൂ ഗൈസ്. അവൾ നീലക്കുയിലിൽ മാത്രമേ മുഖം കാണിക്കൂ, എനിക്ക് കാണിക്കില്ല. സൻഹ നോക്കൂ. മേഡം പ്ലീസ് മേഡം. ഇവിടെ വന്നിട്ട് അതിന് മുന്നേ ഒരാൾക്ക് ബെഡ് നിന്ന് കസാലയിൽ കയറിയിരുന്നു. നമ്മൾ സേരിഷിന് ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട് ഗൈസ്. സ്കൈ ഡൈനിങ്. നീ ഇങ്ങനെ കറക്കുന്ന ഗൈസ്. നെക്സ്റ്റ് സേരിഷ്. ഓരോ ദിവസവും ഒരു ഭാഗ്യശാലിക്ക് ഒരു സ്വർണ്ണമോതിരം സമ്മാനം. നമ്മൾ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ തന്നെ അവിടെ ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടായിന്. അപ്പോൾ സേരിഷിന് ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ ചെറിയൊരാഗ്രഹം. സോ നമ്മൾ സേരിഷിന് ഫേസ് പെയിൻറ്റിങ് ചെയ്ത്. How is it, Sanha? അവിടെ നമുക്ക് വേണ്ട മോഡൽ കാണിച്ചു കൊടുക്കാം. അത് സേരിഷ് ചൂസ് ആക്കിയത് ഒരു ഫേസിലേക്ക് ഒരു ചെറി വരുന്ന പോലെ. ഗൈസ്, ഞാൻ നമ്മളെ സനാൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. സനാൻ്റെ പേര് സൻഹ എന്നാക്കി. എന്നിട്ട് നമ്മൾ സേരിഷിൻ്റെ ഫേസ് പെയിൻറ്റിങ് കഴിയോളം കുറച്ചുമേ അവിടെ വെയിറ്റ് ആക്കി. ദ ഫേസ് പെയിൻറ്റിങ് വാസ് റിയലി ഗുഡ് ഗൈസ്. നല്ല പാണ്ടായിരുന്നു ഫേസ് പെയിൻറ്റിങ് കാണാൻ വേണ്ടിയിട്ട്. സേരിഷിന് ബരിക്കുന്നല്ലോ അതിലെ പോകുന്നവരെല്ലോ ഇങ്ങനെ സേരിഷിനെ നോക്കിക്കൊണ്ട് ഉണ്ടായി. എന്നിട്ട് സേരിഷിൻ്റെ ഫേസ് പെയിൻറ്റിങ് ചെയ്ത ഈ ഓർക്കില്ലേ ഇതെല്ലാം കിട്ടി. ലാസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡെല്ലാം കിട്ടി. അത് ഞാൻ ലാസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് കാണിക്കണേ. ഓളേന്ന് ഇടിച്ചിട്ടാണ് ഇങ്ങനെ ആവുന്നത്. എന്നിട്ട് നമ്മൾ ഫേസ് പെയിൻറ്റിങ് ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് പോയി ഫുഡ് തിന്നാൻ വേണ്ടിയിട്ട് നോക്കും. കഴിച്ചാൽ ഞാൻ കാണിച്ച സ്ഥലം കണ്ട കാലിയായിട്ട് മാത്രം ബയ്യ അതിൻ്റെ ഉള്ളിൽ അങ്ങനെയല്ല ഉണ്ടായത്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് തിന്നാൻ വേണ്ടിയിട്ട് ഓരോരോ കൗണ്ട് നോക്കുമ്പോൾ സെനച്ചലി വിശക്കുന്ന നേരെ ഫുഡ് തിന്നാണ് നമ്മൾ ഷവർമ തിന്നാൻ. എങ്ങനെയുണ്ട് നിൻ്റെ ഫേസ് പെയിൻറ്റിങ്?
പാങ്ങണ്ടാ കാണിച്ച സനഹ സേരിഷിയുടെ ഫേസ് പെയിന്റിനെ കുറിച്ച് പറ്റി എന്താ നിനക്ക് പറയാനുള്ളത്? നല്ല ഇനലാ സ്കൈ ഡൈനിങ് താണ് വന്നു, എൻ്റെ അടുത്തേക്ക് വന്നു ഗൈസ്. നമ്മളെ വെയിറ്റർ ഫുഡ് കൊണ്ടുവന്നു. എനിക്ക് വേണ്ട ചേച്ചി, എനിക്ക് വേണ്ട. എങ്ങനെയുണ്ട് ഷത ആക്രാന്തത്തിൽ തിന്നിട്ട് ലിപ്സിലെല്ലാം പറ്റിയിട്ടുണ്ട്. ഐസ് കോഫിയും കൊണ്ട് എൻ്റെ മമ്മി വരുന്ന പകുതി അവിടെ എന്നെ നിന്ന് കുടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കോഫി? Guys, it's tastes so പള്ളിയിലായില്ല ഗായ്സ്. എനിക്ക് വേണ്ട, സോറി. കഴിച്ചോ നമ്മുടെ ബാക്കിൽ ടോപ്പിക്കിൽ പോകുമ്പോ. താങ്ക്സ് ചേച്ചി, മൂഡ് കാണിക്കാത്തതിന്. ഗായ്സ് ഷവർമ കൊണ്ടുപോകാൻ ഞാനും ചെയ്യില്ല. കെച്ചപ്പ് ഇല്ലാണ്ട് പാടില്ല. നമുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് വാ. നിന്നോട് നീ അത് കൊണ്ട് വരുവയ്ക്ക്. നോട്ട് ഗുഡ് നോട്ട് ബാഡ്. കെച്ചപ്പ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്. മനെ തോപ്പിച്ചാന്ന് മക്കളുടെ ഡൗട്ട്. കോഫിക്ക് പകരം ചായ കൊടുത്തു പറഞ്ഞിട്ട് കുടിച്ചു നോക്കി ചെല്ലി സന. ചായ ഇവിടെ കോമഡിയാ. വേണ്ട കെച്ചപ്പില്ലേ? കെച്ചപ്പാണ്. കൊച്ചു കുട്ടികളെ പോലെ പർദ്ദയിലേക്ക് കുറ്റിക്കുകയാണ്. എന്നിട്ട് എന്നെ നോക്കി പേടിപ്പിക്കുന്നു. മൈൻഡ് പോലും ആക്കുന്നില്ല എന്നെ കണ്ടിട്ട്. അടുത്ത ഉമ്മാന്ന് കൈസ് പുള്ളറെ പോലെ അത് മീത്ത് പോന്ന് നോക്കുന്ന. ഗായ്സ് ഷെറിഷിന് കടല കിട്ടി. കടലതാ, കടല കടലത്താ. താങ്ക് യു ഗായ്സ്. കടല ഗായ്സ് അവൻ എനിക്ക് ഹെല്ലോ ആക്കി. മൊത്തം ബ്ലറായ കാരണം കിട്ടിയില്ല. നിന്റെ കോമഡി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? എന്ത് ബുദ്ധി കുറച്ച് കൂടുതലാണ് ഗൈസ് നമ്മുടെ ഷസാക്ക്. അതുകൊണ്ടാണ് കുറെ പ്രവൃത്തികൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് ആപ പറയുമ്പോ തന്നെ നമുക്ക് ചിന്തിക്കാനേ ഉള്ളത് ബഗഡാണോ സത്യമാണോ എന്ന്. ആ ഗൈസ് ഞങ്ങൾ ഈ ബോട്ടില് വെള്ളം വാങ്ങിട്ടായിട്ട് വെള്ളം വാങ്ങിട്ടായിട്ട് വെള്ളം വാങ്ങിട്ടായിട്ട് മൂടി തായിട്ട് എടുത്തുനിന്ന് പറക്ക് ഷസ. അതിന്റെ അതിൽ കൈ കറിയുമ്പോൾ കൈ കഴിക്കുന്നുണ്ട് വെള്ളത്തില്. എന്നിട്ട് ഞങ്ങൾ മൂടി നിലത്തുനിന്ന് പറക്കിയിട്ടിട്ട് ഈ പീടയത്തോറ് പറഞ്ഞേ ഇതാടെ തന്നെ ബേസിന്ന് കഴിക്കോന്ന്. ബേസിന്ന് കവാൻ പറഞ്ഞിട്ട് അവള് പോയിട്ട് ബേസിൽ കുപ്പിയും വെള്ളം ഇട്ടിട്ട് കൈ കഴിക്കുന്നുണ്ട്. ടാപ്പ് തിരിച്ചിട്ട് കൈകാണ്ട്. അപ്പൊ ഇവള് ഈ ബുദ്ധിന് ഞങ്ങൾ എന്തെന്ന് പറയേണ്ടത്? എന്നിട്ട് നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ ഇങ്ങനത്തെ എന്തോ കളിക്ക് കയറുന്നല്ലോ ആവില്ല അങ്ങനത്തെ അടുത്തേക്ക് പോയി. എനിക്കായിട്ടാകുമ്പോൾ വന്ന് ഇത് കണ്ടത്. ലാസ്റ്റ് ടൈം സന ജീജിൻ്റെ ഫാമിലി ഇത് മീത്ത പോകുന്ന കണ്ടിട്ട് ഉമ്മ എന്തെല്ലാം കളിച്ച്. ഉമ്മയില്ല ഞങ്ങൾ ഇങ്ങനത്തെ എന്ത് കയറാൻ സമ്മതിക്കില്ല. ഉമ്മക്ക് ഉമ്മ ഞങ്ങളും കേട്ടില്ല. എന്തോ ആയിപ്പോണെന്ന് വെച്ചിട്ട് യോറ് കയറുന്ന കണ്ടിട്ട് എൻ്റെ ഉമ്മ മരിച്ചെടുത്താൽ എന്തും വീട് പോയെന്ന് വെച്ചിട്ട്
എന്നിട്ട് നമ്മൾ ബ്രേക്ക് ഡാൻസിൽ കയറാൻ ചെല്ലിട്ട് അങ്ങോട്ട് വേറെ കൊണ്ടാക്കിയിട്ട് അങ്ങോട്ട് നോക്കാൻ പോകാൻ അങ്ങോട്ടേക്ക് പോയി. എനിക്ക് ഞാൻ കുറേ സമയം എന്തെങ്കിലും പറഞ്ഞ് വീട്ടിലെടുത്ത് മാത്രം ഓണാക്കിയിട്ട. നിങ്ങളെല്ലാം ഉമ്മ ഇങ്ങനെ എന്തിലും കയറാൻ നമ്പിക്കില്ല. ഇങ്ങനത്തെ കൊണ്ടതിൽ കാണിക്കുന്ന മാത്രം ഉമ്മാനെ സോപ്പ് എടുക്കണം. എന്നിട്ട് നമ്മൾ ബ്രേക്ക് ഡാൻസിലിരിക്കാനിട്ട് ബ്രേക്ക് ഡാൻസിൽ കയറാൻ വേണ്ടി പോയി. എപ്പോൾ ഉണ്ട പോലെയല്ല, ഇപ്രാവശ്യം എക്സ്ട്രാ ചാർജെല്ലാം ഉണ്ട് ഇനി. ഫസ്റ്റ് അതുകൊണ്ട് നടക്കും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ശരി പേടിച്ച് പറിച്ചതാന്ന് അന്നെ നിങ്ങൾക്ക് കാണാമെന്ന്. എനിക്ക് ഞങ്ങൾ വീഡിയോ എല്ലാം എടുത്തേ. എനിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ അടുത്തായി നിന്നിട്ട് നോക്കാനേ എൻ്റെ ഫോണൊക്കെ പിടിക്കാൻ കഴിയില്ല. എൻ്റെ എന്തെങ്കിലും വീണോ എങ്ങനെ പറിച്ചിട്ട് ചിലത് ഞാൻ എന്തോ എടുക്കുന്നില്ല. അതല്ലേ എനിക്ക് ഞാൻ എന്താക്കി താഴെ വെച്ച് ക്യാമറ സദാ കാണുന്നില്ല. മീത്ത പൊടിക്കുക ഞാൻ ഇങ്ങനെ കയറി ഞാൻ ചെല്ലില്ല. എൻ്റെ ഫോൺ ഇട്ടിട്ടുണ്ടാ രണ്ട് ഫോണ് ഇത് ചില സമയത്ത് ഇങ്ങനെ നല്ലോണം കറങ്ങുമ്പോൾ പേടിയാണ്. എന്നിട്ട് ഓക്കെയാണ്. എൻ്റെ കഴിച്ച വെറുതെ ആവുമ്പോൾ എന്തെങ്കിലും കയറ്റാത്ത എന്താ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കയറുമ്പോഴല്ലോ ബേയോ പേടിയാന്ന്. ഞാൻ ഇതിൽ നിൽക്കിയിട്ട് ഒരു മണിക്കൂർ ഞാൻ ബറിച്ചോണ്ടിടായി. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര പേടി. വീഡിയോ കാണുമ്പോൾ തന്നെ അറിയൂ. എനിക്ക് അതിന് കീയുമ്പോൾക്ക് ഉണ്ട് ഗൈസ് നമ്മുടെ സ്വന്തം ഷിവുവിനെ കാണുന്നത്. പെട്ടെന്ന് വന്നിട്ട് തട്ടുന്ന നോക്കുമ്പോൾക്ക് ഷിവു. അങ്ങനെ ഓളോട് കുറച്ച് സമയം മുണ്ടി ഓളെ കുറച്ച് ഭയത്തി ഗൈസ്. ഓൾ അന്ന് ഇവിടെ വന്നിട്ട് എൻ്റെ പുരക്ക് വരാണ്ട് പോയതിന് ഓളെ ഞാൻ കുറച്ച് പറഞ്ഞു. എന്നിട്ട് സെർജിന് സ്പൈറൽ പൊട്ടാറ്റോ വാങ്ങിച്ച് അതിൻ്റെ ഇപ്പുറം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കൗണ്ടർ ഉണ്ട് അതിന് ജ്യൂസിൻ്റെ. അങ്ങനെ ഓനെ കണ്ടിട്ട് ഓനോട് മുണ്ടിട്ട് ഓൻ്റെ അടുത്ത് ഫോണിൻ്റെ ഉള്ളിലെല്ലാം നിൽക്കാം നമുക്ക്. വയറ്റിലേക്ക് ഇടാൻ ഇത് ഫോണിൻ്റെ ഉള്ളിൽ കയറേണ്ടത്. അത് എന്തായാലും നമ്മൾ സെർജിന് ഊഞ്ഞാലാടാൻ ജാറാനെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ആ കളിക്കുന്ന ഏരിയാൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ആടുന്ന് ഞാനും ഊഞ്ഞാലിൽ ഇരുന്ന് കുറച്ച് സമയം എൻ്റെ ഷെസ എന്നെ ഇങ്ങനെ ആട്ടി തന്നു ബാക്കിൽ നിന്ന്. എൻ്റെ ഷെസ കുറച്ച് കഴിഞ്ഞിട്ട് ഞാക്കിൻ്റെ ഒരു കുഞ്ഞിയുടെ കാത്തുക്കണം. അങ്ങനെ ആ കുഞ്ഞിയും ഇരിക്കുന്നുണ്ട്. ആ കുഞ്ഞിരുത്തി ഇത് കണ്ട ഈ പുള്ളിയിലിട്ട് ചെറിയ പുള്ളിയിലിട്ട് വെച്ചു കൂക്കുന്നു. പേടിച്ചിട്ട് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടാകുമ്പോൾ ഇവൾ കയറിയുന്നു. ഇവൾക്ക് ഈ ഐസ്ക്രീം വേണ്ട, ഈ ഐസ്ക്രീം അല്ല ഞാൻ പറഞ്ഞ നമുക്ക് വേറെ വേണ്ട പറഞ്ഞാൽ അതിന് ചോദിച്ചിരുന്നത്. എന്നിട്ട് അതിന് മാറ്റി കൊണ്ടുവരുമ്പോൾ ആൾക്ക് സന്തോഷമായി. എന്നിട്ട് ഞങ്ങൾ പാട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് പോയിട്ട് ഇരുന്ന് ആടെ ഇരുന്നപ്പോൾ ഈ കുഞ്ഞീൻ്റെ എൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അങ്ങനെ കുറച്ച് സമയം ആ കുഞ്ഞിനെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ സ്ഥലം. ഫസ്റ്റ് ഇത്രയും ഉണ്ടായിട്ടു കുറച്ച് കൈനാണുക ആൾക്കാർ കൂടി വന്ന് അതിനിടയിൽ സെനാനെ ജീജു കൊണ്ടുപോയി ഗൈസ്. ജീജു പേരുന്ന് ചെല്ലിച്ച് സെന ജീജുവിൻ്റെ അടുത്തേക്ക് പോയി. ഞമ്മ മാത്രം ഉണ്ടായത് എന്നിച്ച് ന്യൂ ഇയർ ആയതുകൊണ്ട് അന്ന് ഉണ്ടായത് ഒരു ബാൻഡിൻ്റെ ആൾക്കാരാണ്. അങ്ങനെ ഓരോ കുറേ പാടുണ്ടായി. ഓരഞ്ച് സ്റ്റേജിൽ നിന്ന് താക്കിച്ച് ആ പാടിക്കൊണ്ട് ഓരോട്ട് പോയിട്ട് നിങ്ങൾ പാടുന്നതിന് ചൊല്ലിക്കൊണ്ടും ഇതന്നെ ഞാൻ പറഞ്ഞ നേരത്തെ സെർജിന് പെയിൻറ്റ് വരച്ച അവർക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന്. അങ്ങനെ അവർക്ക് ഗിഫ്റ്റെല്ലാം കൊടുത്തായിട്ട് കുറേ സമയം വെയിറ്റ് ആക്കിന് അവിടെ ഇതിന് വേണ്ടിയിട്ട് 12 ആവാൻ കുറേ സമയം ഉണ്ടായിരുന്നു. നമ്മൾ എത്ര ഒരു 9-10 നമുക്ക് ബണ്ണായിരുന്നു. എന്തായില്ല അങ്ങനെ റഷായിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പോലും കഴിയാം. സോ നമ്മൾ മുന്നേ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അന്ന് വെയിറ്റാക്കി. പിന്നെ മോണിക്ക പാട്ട് കഴിഞ്ഞ് എല്ലാവരും ഡാൻസ് കളിക്കുന്നതിനെ ചെറിയ കുട്ടി തൊട്ട് വലിയ ആളെടുക്കും. ഇത് ഞങ്ങൾ കുറേ വെയിറ്റാക്കി ലാസ്റ്റ് ഗൈസ് ആ മൂമെൻറ്റിലേക്ക് എത്തി. ഉമ്മൻ്റെ ബർത്ത്ഡേ വെക്കുമല്ലോ അന്ന് ഉണ്ടായത്. എനിക്ക് ലാസ്റ്റ് ആകുമ്പോൾ കുറേ ആൾക്കാരെല്ലാം കൂടി. എനിക്ക് പിന്നെ ഇങ്ങനെ കൗണ്ട് ഡൗൺ ബിഗിനാകാൻ കഴിഞ്ഞ് എത്ര ഒരു 11:59 സ്റ്റാർട്ടായി കൗണ്ട് ഡൗൺ ആകാൻ വേണ്ട. എന്നിട്ട് നമുക്ക് എല്ലാവരും എണിച്ച് തന്നിരുന്നത് റഷ് കൂടി നല്ലോണം ആൾക്കാർ കുറേ ആൾക്കാർ പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരെ കാണുന്ന. 10, 9, 8, 7, 6, 5, 4, 3, 2, 1.
ആയിരിക്കും എല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എൻറ്റയർ പ്രൊഡക്ഷൻ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളായിരുന്നു കിങ്ങിന് JFCന്ന് ഫുഡെല്ലാം വാങ്ങിയിട്ടായിട്ട് ഞങ്ങൾ നേരെ പൊരുക്കെ പോയി. ഇനി നെക്സ്റ്റ് ഡേ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് നമ്മൾ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ്, ന്യൂ ഇയറിൻ്റെ അന്ന്. അപ്പം നമ്മൾ ചെറിയ സർപ്രൈസ് ആക്കി കേക്ക് കൊടുക്കാൻ വിചാരിച്ചു. ഉമ്മനെ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഉമ്മ കേക്ക് വാങ്ങാൻ തമ്പിക്കില്ല. അതിൻ്റെ ഒരു മറുപ്പ് പ്രകാരം ഞാൻ കസിൻ സിസ്റ്ററിനെ കൊണ്ട് പറഞ്ഞിട്ട് കേക്ക് വാങ്ങിപ്പിച്ചു. സോ നമുക്ക് പരിക്കെത്തിയിട്ട് കാണാം ഉമ്മാൻ്റെ എക്സ്പ്രഷനൊക്കെ എങ്ങനെയുണ്ടാവുമെന്ന്. ചിലപ്പോൾ ഭയത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉമ്മ റോട്ടിൽ വിഷപ്പാണ്. അനുമ്മയിന് ബട്ട് കൊള്ളാനുള്ള സാധ്യത എനിക്ക് വളരെ ജാസ്തി കാണുന്നു. ഞാൻ രാവിലെ തന്നെ എണിച്ചിട്ട് എനിക്ക് കസിൻ സിസ്റ്ററിൻ്റെ പരിക്ക് പോകണം, ഈ തട്ടം കൊടുക്കാൻ നേരെ കളി പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. സോ ഗൈസ് നമുക്ക് കൈയടിയാണ്, നമുക്ക് ഉമ്മാൻ്റെ അടുത്ത് എത്തി കാണാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. പപ്പാക്കാണ് എക്സ്പ്രഷൻ വന്നത് ഉമ്മാനാട്ടിയും. ഞാനാ കെട്ടിയില്ലേ അതാ എന്തിന് പൈസ കൊടുത്തിട്ട് വേങ്ങുന്നത്? ആയി നോക്ക്, ഇതെന്ത് നോക്ക്, കേക്ക് ഞാൻ നോക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you. May the good God bless you. Happy birthday, happy birthday. ഉമ്മന്നോ എൻ്റെ വായിന്ന് വെള്ളം വന്നു. അങ്ങനെ ഫസിയാക്കി ഹെവി ആയിരിക്കുന്നു ഗായ്സ്. കേക്ക് നല്ലേ ഗൈസ്? ഞങ്ങൾ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് കേക്ക് വാങ്ങി ഉമ്മാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഞങ്ങൾ മേങ്ങിയിട്ട് മറ്റെല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്താൽ കഴിഞ്ഞ് ഞങ്ങൾ മേങ്ങിയെങ്കിൽ നേരത്തെ വന്ന റിയാക്ഷൻ വരും വെട്ടിടൽ. ബിക്കോസ് ഉമ്മ കേക്ക് ഉണ്ടാക്കുന്ന ആളായത് കൊണ്ട് നമ്മൾ കേക്ക് വാങ്ങാൻ സമ്മതിക്കുന്നില്ല. ഗൈസ് ഇത് ഫുൾ ചോക്ലേറ്റ് കേക്കാണെന്ന് പറഞ്ഞത് ഞാൻ കഴിച്ച് നോക്കി റിവ്യൂ പറയാൻ കേട്ടോ. ഗൈസ് കേക്കിന് ഞാൻ ഇത്ര വീതമാക്കി വെച്ചു. ഇതിൽ നിന്ന് ഇത്ര കേക്ക് എൻ്റെതാണ്. അല്ലാ അതിവേന്ന് എടുക്കണ്ട. എനിക്ക് അന്ന് മാമാൻ്റെ ഓരെല്ലാം വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഓർക്ക് ജ്യൂസാക്കി കൊടുത്ത് എനിക്ക് കൊടുത്ത്. അന്ന് നമ്മൾ സ്പെഷ്യൽ ഉണ്ടായത് ഉമ്മാൻ്റെ ബിരിയാണി ഗൈസ്. ബിരിയാണി, ചിക്കൻ ഫ്രൈ, കച്ചമ്പർ അങ്ങനെയെല്ലാം. രാത്രി നമ്മൾ ഹോട്ടലിൽ നിന്ന് പൊറോട്ട അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് എൻ്റെ ന്യൂ ഇയർ വിശേഷം. പിന്നെ അതിൻ്റെ തലേന്നാത്ത ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്, മിനി വ്ളോഗ് അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ബൈ.